നസ്കർ മോഹൻലാൽ എന്ന മഹാനടൻ മലയാളികളോട് ചെയ്തത് അങ്ങേയറ്റത്തെ അന്യായമായി പോയി എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇത്രയേറെ തിരക്കുകൾക്കിടയിൽ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി മോഹൻലാൽ എന്തിനാണ് പിണറായിയെപ്പോലെ ദുഷ്ടനായ ഒരു ഭരണാധികാരിക്ക് വേണ്ടി ഈ PR വർക്ക് ഏറ്റെടുത്തത് എന്നത് അതിശയത്തോടെ മാത്രമേ ആലോചിക്കാൻ കഴിയൂ. അയോധ്യയിലെ രാമക്ഷേത്രം പൂജ ചെയ്ത് ഭക്തർക്കായി തുറന്നുകൊടുത്തപ്പോൾ നേരിട്ട് ക്ഷണം കിട്ടിയ അപൂർവം സിനിമാക്കാരിൽ ഒരാളായിരുന്നു മോഹൻലാൽ എന്നോർക്കണം. അന്ന് സംഘി എന്ന പേര് കേൾക്കേണ്ടി വരുമോ എന്ന് ഭയന്ന് അത് ഒഴിവാക്കിയ ആളാണ് മോഹൻലാൽ. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഇത്രയധികം ഈ നാടിനെ നശിപ്പിച്ച, ഇത്രയേറെ അവിശുദ്ധ കൂട്ടുകെട്ടിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയനെ സ്തുതിക്കാൻ വേണ്ടി സ്വന്തം മനസാക്ഷി മാറ്റിവെച്ച് മോഹൻലാൽ എത്തിയത്. മോഹൻലാൽ ഈ നാടിനെ വഞ്ചിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. പിണറായിയുമായുള്ള മോഹൻലാലിൻ്റെ അഭിമുഖത്തെക്കുറിച്ച് വളരെ ആശങ്കയോടെ മാത്രമേ ആളുകൾക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുള്ളൂ. ഉമ്മൻചാണ്ടിയും ഇത് ചെയ്തിരുന്നല്ലോ എന്ന് ചോദിക്കുന്നവർ അറിയേണ്ടത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴല്ല, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ്, തെരഞ്ഞെടുപ്പ് കാലത്തല്ല. നേരെ മറിച്ച് ജയ്ഹിന്ദ് എന്ന കോൺഗ്രസ് പാർട്ടിയുടെ ചാനലിന് ക്രിസ്മസിന് വേണ്ടി ഒരു പരിപാടി നടത്തിക്കൊടുത്തതാണ് എന്നത്. അതെല്ലാവരും ചെയ്യുന്നതാണ്. ഒരു ക്രിസ്മസിനും വിഷുവിനും ഓണത്തിനുമൊക്കെ സിനിമാ താരങ്ങൾ പലപ്പോഴും പല പരിപാടികളും ചാനലുകൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അതല്ല ഇത് PR വർക്കാണ്. കോടികൾ മുടക്കി ഒരേ അഭിമുഖം തന്നെ കേരളത്തിലെ എല്ലാ ചാനലുകളിലും സംപ്രേഷണം ചെയ്യുന്ന തട്ടിപ്പാണ് ഇത് എന്ന് മറക്കരുത്. ഭാഗ്യവശാൽ ഈ അഭിമുഖം പോസിറ്റീവ് വൈബല്ല ഉണ്ടാക്കിയത് നെഗറ്റീവ് കിരണങ്ങളാണ്. മോഹൻലാലിനെ പോലെ പ്രസിദ്ധനായ ഒരു മനുഷ്യൻ്റെ അഭിമുഖമായിട്ടുകൂടി നല്ലത് പറയാൻ ആരെയും കാണാനില്ല. ഇത് കാശ് മുടക്കിയുള്ള ഒരു തട്ടിപ്പാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു. അവരത് തുറന്നു പറയുന്നു. എന്ന് മാത്രമല്ല, പിണറായി ആരാണോ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ, സ്വാത്വികനായ, സന്യാസിയായ ഒരു മനുഷ്യനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഈ നാടകം ആളുകളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തരം തിന്മകളും കയ്യിലുള്ള ഒരാൾ സന്യാസി വേഷം കെട്ടാൻ ഇറങ്ങിയാൽ ആ കാപട്യത്തിനെതിരെ ആർക്കാണ് പ്രതികരിക്കാതിരിക്കാൻ കഴിയുക? ജാവേദ് പർവേഷ് ഇങ്ങനെ എഴുതുന്നു: ഒരു മനുഷ്യനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് കുലം കുത്തിയെന്നും കുലം കുത്തിയാണെന്ന് പറഞ്ഞ ക്രൂരതയുടെ പര്യായമായ ആളോട് നടൻ ചോദിക്കുന്നു, ജീവിതത്തിൽ എപ്പോഴെങ്കിലും പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ എന്ന്. മദ്യപനായ സുഹൃത്തിനെ അവഗണിച്ചതിൽ ദുഃഖമുണ്ട് എന്ന് മറുപടി. ഫസ്റ്റ് പിണറായി വിജയനോട് മോഹൻലാൽ ചോദിക്കുന്നു, പശ്ചാത്താപമോ കുറ്റബോധമോ ഉണ്ടോ എന്ന്. അപ്പോൾ പറയുകയാണ്, ഒരു മദ്യപനെ അതിൽ നിന്നും രക്ഷിക്കാൻ കഴിയാത്തതിൽ തനിക്ക് കുറ്റബോധമുണ്ടെന്ന്. വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ TP ചന്ദ്രശേഖരൻ വരെയുള്ളവരുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത പിണറായിക്ക് ആകപ്പാടെയുള്ള വിഷമം ആ മദ്യപൻ്റെ കാര്യത്തിൽ മാത്രമാണെന്ന് ഓർക്കുമ്പോൾ ആരാണ് മൂക്കുത്ത് വിരൽ വയ്ക്കാത്തത്? ജാവേദ് തുടർന്ന് പറയുന്നു, ഇന്നലെ നടന്ന കണ്ണൂർ റെയിൽവേ സംഭവം പോലും വളച്ചൊടിച്ച് അതിൽ അഭിനയിക്കുകയും ആവർത്തനം നുണകൊണ്ട് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്ന സാമാന്യ ബുദ്ധി നശിച്ച ഇവറ്റകൾക്ക് ആനന്ദം നൽകുന്നതായിരിക്കും അഭിമുഖം. ഈശ്വര ചൈതന്യം മനസ്സിൽ സൂക്ഷിക്കുന്ന മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയേക്കാൾ വലിയ സംസ്കൃത പണ്ഡിതനായ, സൗമ്യതയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും തമ്പുരാന്റെ കീഴിൽ ജീവിക്കാൻ ഭാഗ്യം ചെയ്ത പ്രജകളായി അവർ ആനന്ദം കൊള്ളും. പുതിയ രാജഭരണത്തിൻ്റെ കുളിരിൽ അവർ കമ്പിളി പുതയ്ക്കും. പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള, ജനാധിപത്യ ബോധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആളെ വെടിവെച്ചു കൊന്ന പോലീസ് ഭരണവും പുത്രി സ്നേഹത്തിൽ അധിഷ്ഠിതമായ എക്സാലോജിക്കും ധൂർത്തും അഴിമതിയും വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളും പിൻവാതിൽ നിയമനങ്ങളും പ്രൊപ്പഗണ്ടയും ഗുണ്ടായിസവും തുടങ്ങി അനവധി കാര്യങ്ങളാണ് ഓർമ്മ വരിക. അഭിമുഖം പീസായി കണ്ടതുകൊണ്ട് പലതും മിസ്സായതായി തോന്നുന്നുണ്ട്. പ്രധാനമായും മിസ്സായത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ ശാസ്ത്രത്തിലുള്ള അത്യുജ്വലമായ കഴിവ്, കോർണറിൽ നിന്ന് ഷോട്ട് എടുത്താൽ പന്ത് ബനാന കിക്ക് പോലെ പോസ്റ്റിനുള്ളിലേക്ക് പറന്നു വീഴുന്ന ആ ഫുട്ബോൾ മികവ് തുടങ്ങിയവയാണ്. പ്രത്യേകം ആക്ഷനും മിസ്സായി. സത്യം പറഞ്ഞാൽ എന്തോരം കഴിവുകളാ ഈ രംഗണനുള്ളത്. മോഹൻലാലിനോട് പരിഭവമാണ് അഖിൽ മാരാരുടെ കുറിപ്പിൽ. എല്ലാ സ്നേഹത്തോടും ആദരവോടും പ്രിയപ്പെട്ട ലാലേട്ടനെ, ഭാരതീയ സംസ്കാരത്തിലും ആത്മീയതയിലും വിശ്വസിക്കുന്ന അങ്ങേ സ്വന്തം വിശ്വാസത്തിൻ്റെ പേരിൽ എത്രയോ തവണ ആക്ഷേപിച്ച ഒരു വിഭാഗമാണ് കേരള കമ്മികൾ. പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ഒരു ചിത്രം പങ്കുവച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപം അങ്ങ് കേൾക്കേണ്ടി വന്നു. പാട്ട കൊട്ടിയതിൻ്റെ പേരിൽ, നിലവിളക്ക് കൊളുത്തിയതിൻ്റെ പേരിൽ, ബ്ലോഗ് എഴുതിയതിൻ്റെ പേരിൽ. മലയാള സിനിമയിൽ നിന്ന് അങ്ങേ ഇല്ലാതാക്കാൻ അങ്ങയുടെ പരാജയ ചിത്രങ്ങൾ ആഘോഷമാക്കി ആക്ഷേപിച്ച ഒരു വിഭാഗം ആരാണ്? അവരുടെ കൈയടിക്ക് വേണ്ടിയാണോ
അതോ ചോദിച്ചതിനേക്കാൾ കൂടുതൽ പണം നൽകിയതിൻ്റെ പേരിലാണോ? അതോ മഹാത്മാ പിണറായി വിജയനോടുള്ള അതിര് കവിഞ്ഞ സ്നേഹത്തിൻ്റെ പേരിലാണോ അങ്ങ് ഈ അഭിമുഖത്തിന് തയ്യാറായത്? വിശ്വാസിയായ അങ്ങയ്ക്ക് ശബരിമലയിൽ ഇരുട്ടിൻ്റെ മറവിൽ സ്ത്രീകളെ കയറ്റാൻ കൂട്ടുനിന്ന ഒരു സർക്കാരിനെ അംഗീകരിക്കാൻ കഴിയുമോ? ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കട്ട സർക്കാരിനെ അംഗീകരിക്കാൻ പറ്റുമോ? നിലനിൽപ്പിന് വേണ്ടി കള്ളക്കേസിൽ കുടുക്കി ഒരു തന്ത്രിയെ ജയിലിലാക്കി ഹൈന്ദവ സമൂഹത്തെ ഒന്നടങ്കം അപമാനിച്ചത് ഉൾക്കൊള്ളാൻ കഴിയുമോ? പണം കൊണ്ട് എന്തും നേടാം, പണം കൊണ്ട് എന്തും മറയ്ക്കാം. അതിന് മോഹൻലാൽ എന്ന മനുഷ്യൻ കൂട്ടുനിൽക്കരുതായിരുന്നു. അങ്ങ് വെളുപ്പിച്ച് ഇറക്കിക്കൊടുത്ത ചിരിക്കുന്ന പാവ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരള ജനതയെ കുരങ്ങ് കളിപ്പിച്ചത് അങ്ങേക്കറിയില്ല എങ്കിലും പൊതുജനത്തിനറിയാം. സർക്കാർ പണം ഉപയോഗിച്ച് കോടികൾ മുടക്കി സൂപ്പർ താരങ്ങളെ ഉപയോഗിച്ച് PR ചെയ്തിട്ടല്ല കരുണാകരനും നായനാരും ഉമ്മൻചാണ്ടിയും VS ഒക്കെ ജനഹൃദയങ്ങൾ കീഴടക്കിയത്. അവരുടെ പ്രവൃത്തി ഒരു ഫ്ലെക്സ് ബോർഡ് പോലും കണ്ടല്ല ജനം തിരിച്ചറിഞ്ഞത്. ജനങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നേതാവിൻ്റെ നേട്ടങ്ങൾ ഓരോ ജനതയ്ക്കും അവൻ്റെ അനുഭവങ്ങൾ കൊണ്ടറിയാം. അങ്ങനെ അറിയുമ്പോൾ മാത്രമേ അവൻ നേതാവായി മാറുകയുള്ളൂ. നിതിൻ ഗഡ്കരി തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് പരസ്യ ബോർഡുകൾ ഒഴിവാക്കണം എന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അനാവശ്യ പ്രദർശന രാഷ്ട്രീയത്തിന് പകരം നേരിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നതായിരുന്നു. ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന ഏതൊരാളും അറിയും ആരാണ് നിതിൻ ഗഡ്കരി എന്ന്. ട്രെയിൻ ഉപയോഗിക്കുന്ന ഏത് സാധാരണക്കാരനും അറിയും ആരാണ് അശ്വിനി വൈഷ്ണവ് എന്ന്. എന്തായാലും ലാലേട്ടനേക്കാളും മികച്ച നടൻ കേരളത്തിലുണ്ടെന്ന് പിണറായി കാണിച്ചു തന്നു. ഉർവശിയേക്കാൾ മികച്ച നടിയാണ് താനെന്ന് ആരോഗ്യമന്ത്രിയും തെളിയിച്ചു. ഇവർ അഭിനയിച്ച് പിണറായി 2 എന്ന സിനിമയുടെ പ്രൊമോഷൻ നന്നായി നടക്കുന്നുണ്ട്. ലാലേട്ടൻ പ്രൊമോട്ട് ചെയ്തോളൂ. വിലയിരുത്താൻ കേരളത്തിൽ ധാരാളം അശ്വന്ത് കോക്കുമാറുണ്ട്. അവർ സത്യം പറയും. ഈ സത്യം കേരളം ഏറ്റെടുക്കും. ഇത്തരത്തിൽ ലാലേട്ടനോടുള്ള പരിഭവങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ. ഇനിയെങ്കിലും മോഹൻലാലിൻ്റെ കണ്ണു തുറക്കട്ടെ. ഇത്തരം അബദ്ധങ്ങൾക്ക് കൂട്ടുനിന്ന് അരനൂറ്റാണ്ടിലധികം അധ്വാനിച്ച് നേടിയ യശസ്സിന് ഒരു കോട്ടവും തട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.